ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് ഡോക്ടർ ആ ഞെട്ടിക്കുന്ന സത്യം പറയുക തന്നെയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് ചോദിച്ചു, അമ്മയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്, കുഴപ്പമില്ലല്ലോ അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഒന്നും പറയാറായിട്ടില്ല, 24 മണിക്കൂറെങ്കിലും കഴിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, മാരകമായ വിഷം തന്നെയാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്, ചിലപ്പോൾ ഇനിയിപ്പം ആ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ ചാൻസ് കുറവാണ്, ഒരു 100%, ഒരു പകുതി ശതമാനമാണ് പൂർണ്ണമായും പഴയ രീതിയിൽ നമ്മുടെ ദേവയാനി വരാൻ ചാൻസ് ഉള്ളൂ. പകുതി ശതമാനം, അതായത് 50% ചാൻസ് ഉണ്ട്, 50% ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ചങ്ക് പൊട്ടിയ ഒരു അവസ്ഥയിലാണ് പുറത്തേക്ക്, അതായത് നമ്മുടെ ഡോക്ടറിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ആദർശും അതുപോലെ തന്നെ ജയനും കൂടെ ഇറങ്ങുന്നത്. അങ്ങനെ ജയനും ആദർശും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നയന ചോദിക്കുകയാണ്, എങ്ങനെയാ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത്, അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുകയാണ്, അമ്മയുടെ അവസ്ഥ കുറച്ച് ഗുരുതരം തന്നെയാണ് നയന, എനിക്ക് ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അമ്മേനെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, ഈ ഒരു അവസ്ഥയിൽ എൻ്റെ അമ്മയ്ക്ക് നേരിടേണ്ടി വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എൻ്റെ അമ്മയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അറിയാമോ, അതുപോലെ അമ്മ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അറിയാമോ, എന്നിട്ടിപ്പോൾ എൻ്റെ അമ്മയുടെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അമ്മയെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ്, ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് വേറൊന്നുമല്ല, ഏതായാലും പാല് കൊടുത്തത് അമ്മയ്ക്കല്ല, നവ്യച്ചിക്കാണ് പാല് കൊടുത്തിരിക്കുന്നത്, കാരണം ഞാൻ നവ്യച്ചിക്ക് എടുത്തു വെച്ച പാലാണ് അമ്മ കുടിച്ചിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാലിൽ വിഷം കലർത്തിയെങ്കിൽ അത് നവ്യച്ചിനെ കൊല്ലാൻ വേണ്ടി ചെയ്ത ആ ഒരു ഇതായതുകൊണ്ട് തന്നെ അത് അമ്മ എടുത്തു കുടിച്ചപ്പം മാറിപ്പോയി, അത് ഇപ്പൊ അമ്മയുടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അതാണ് കാരണം, അല്ലാതെ ഒരിക്കലും അമ്മേനെ ആരും വീട്ടിൽ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, ഇത് എൻ്റെ നവ്യേച്ചിക്കിട്ട് പണിത പണി തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെയാ നിനക്ക് മനസ്സിലായത്, അല്ല ഞാനാണല്ലോ പാലെടുത്ത് വെച്ചത്, ഞാൻ പാല് നവ്യേച്ചിക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചതല്ലേ ആദർശേട്ടാ, അപ്പം ആ പാലില് വിഷം കലർത്തിയത് ആരായിരിക്കും, അത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അപ്പച്ചി അല്ലെങ്കിൽ പിന്നെ ഹബിക്ക് കുറച്ച് സ്നേഹ കൂടുതലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ഭയങ്കര സ്നേഹമായിരുന്നു നവ്യയോട്, നവ്യ ഇതുവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, അതുപോലെ തന്നെ പുറത്ത് സിനിമ കാണിക്കാനും ഭക്ഷണം മേടിച്ചു കൊടുക്കാനും ഒക്കെ കൊണ്ടുപോയി, ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു, അതിന് പിന്നില് എന്തോ ദുരൂഹതയുണ്ടെന്ന് അപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ, ഞാനത് പറയുകയും ചെയ്തു, മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ ഇതറിയാം, അതുകൊണ്ട് ഇതിന്റെ പിന്നില് നമുക്കിപ്പം രേവതിയല്ല അനാമികനെയും അനാമികയുടെ അമ്മേനെയും കാണുന്നതിലും അപ്പുറം നമുക്കിപ്പം കാണേണ്ടത് അപ്പച്ചനെയും അഭിനയം തന്നെയാണ്, അതിനാണ് ചാൻസ് കൂടുതൽ, ഇനി അവരല്ലെങ്കിൽ ഇനിയിപ്പം നമ്മുടെ അനാമികയുടെ അമ്മയോ തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്, അതിനും ഒരു കാരണം നവ്യേച്ചി എന്നോട് പറഞ്ഞു, അതെന്ത് കാരണമാ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് വേറൊന്നുമല്ല പറഞ്ഞത്, അന്ന് പായസം കുടിച്ചിട്ട് രേവതിക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും ഒക്കെ പ്രശ്നം ഉണ്ടായല്ലോ, രേവതി എന്നല്ല കേട്ടോ നയന പറയുന്ന അനാമികയുടെ അമ്മയെന്നാ, അപ്പൊ അവർക്കൊക്കെ പ്രശ്നം ഉണ്ടായില്ലായിരുന്നോ, അന്ന് കുറച്ച് പായസത്തിൽ എന്തോ ചേർത്തെടുത്ത് ഇവർ മാറ്റി വെച്ചിരുന്നു, അത് നമുക്കെല്ലാവർക്കും കഴിക്കേണ്ട പായസത്തിലാണ് അവരെന്തൊക്കെയോ ചേർത്തത്, ചേർക്കാത്ത പായസം എടുത്ത് അവർ മാറ്റി വെക്കുകയും ചെയ്തു, അത് ഇപ്പൊ ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുന്നു, അതുകൊണ്ടൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത് മാറ്റി വെച്ചതും അങ്ങനെയൊക്കെ ചെയ്തതും നവ്യേച്ചിയാണ്, അപ്പൊ നവ്യേച്ചിനെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിരിക്കും, പകരത്തിന് പകരം വീട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയായിരിക്കും ആദർശേട്ടാ ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞപ്പം ഒരു തെളിവുമില്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നയനെ, എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിനൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, എന്താണെങ്കിലും കണ്ടെത്തിയേ പറ്റൂ ആദർശേട്ടാ, ഇനി ഓരോരുത്തരുടെ ജീവനും ജീവിതവും ഒക്കെ അനന്തപുരി തറവാട്ടില് സുരക്ഷിതമാകണമെങ്കിൽ നമ്മളെ മുൻകൈ എടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പൊ നവ്യേച്ചിനെ അവിടെ നിർത്താൻ എനിക്ക് പേടിയാ, നവ്യേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാ ഇത് ചെയ്തതെന്നാ നവ്യേച്ചി പറയുന്നത്, അതുകൊണ്ട് നവ്യേച്ചിയോട് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരാതെ അവിടുത്തെ ഭക്ഷണങ്ങളൊന്നും നവ്യേച്ചി കഴിക്കാൻ പാടില്ല, വേണമെങ്കിൽ വീട്ടിൽ പോയി നിന്നോളാൻ വരെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാ നല്ലത്, ഏതായാലും അമ്മയുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ, ഏതായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം,
ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നയനിക്കും വല്ലാത്ത വിഷമമുണ്ട്. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയാണ് കേട്ടോ. അപ്പൊ അനന്തപുരിയിൽ വേണു വന്നു. അപ്പൊ വേണു വന്നിട്ട് നമ്മുടെ അനാമികയോടും രേവതിയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്, ഹോസ്പിറ്റലിൽ പോയി ദേവയാനിയെ കാണണം. ദേവയാനിക്കിപ്പം കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ആയിരിക്കാം, പക്ഷെ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂലോ. അപ്പം ഈ കുറ്റം കൊണ്ടുപോയി നയനയുടെ തലയിൽ തന്നെ ഇടുന്ന രീതിയിലായിരിക്കണം ദേവയാനിയോട് സംസാരിക്കുക. ദേവയാനിക്ക് നിങ്ങൾ പറയുമ്പോൾ തോന്നണം ഇതെല്ലാം ചെയ്തത് ആരാണെന്ന്, നയനയാണെന്ന്. നയന മനഃപൂർവ്വം ദേവയാനിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. നിങ്ങൾ അങ്ങനെ കുറച്ച് എരിവും തൊങ്ങലും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ ദേവയാനി പറഞ്ഞോളും എന്നെ കൊല്ലാൻ നോക്കിയത് അത് വേറെ ആരുമല്ല നയന തന്നെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു രക്ഷ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുക, അല്ല നമ്മളെ അതിനകത്തേക്ക് കയറ്റി വിട്ടാലല്ലേ വേണുവേട്ടാ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കിതൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ കയറ്റി വിടുവോ ഇല്ലോ എന്നൊന്നും അറിയില്ല. അതുമല്ല ഇപ്പൊ തന്നെ ഇവിടുത്തെ ആ ഒരു വൃത്തികെട്ട മരുമകളുണ്ടല്ലോ, ആ ദരിദ്രാസം പിടിച്ചവള്, ആ നവ്യ, അവൾ എന്തൊക്കെ ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തതെന്ന്. ഇനിയിപ്പോ അവള് വല്ല പ്രൂഫ് ഉണ്ടാക്കി എടുക്കുമെങ്കിൽ ആകെ കുഴപ്പത്തിലാകുമെന്ന് പറഞ്ഞപ്പം അവളെയും അവളുടെ അനിയത്തിനെയും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും അത് നമ്മുടെ പരിധിയിൽ തന്നെ കൊണ്ടുവരണം. ഏതായാലും ദേവയാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകള് നമ്മുടെ മകള് തന്നെയാണല്ലോ. അപ്പൊ നീ പറഞ്ഞാൽ കേൾക്കും. നീ കുറച്ച് കണ്ണീരും കൈയും ഒക്കെ ആയിട്ട് വേണം ചെല്ലാന്. ഭയങ്കര വിഷമമുള്ള രീതിയിൽ കാർ കൂവി തന്നെ ചെല്ലണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് നമ്മുടെ ജലജ കേൾക്കാണ് കേട്ടോ. ജലജ ആണെങ്കിൽ ഓഹോ അമ്പട്ട കള്ളികളെ, കൊള്ളാലോ, കെട്ടിയോനും കൊള്ളാം കെട്ടിയോളും കൊള്ളാം, അതുപോലെ തന്നെ മകളും കൊള്ളാം. എല്ലാവരും കൂടെ ചേർന്ന് നയനയുടെ തലയിലെല്ലാം കുറ്റവും കെട്ടിവെക്കാൻ നോക്കുകയാണല്ലേ. ഏതായാലും എന്തെങ്കിലും ആവട്ടെ, ഞങ്ങളുടെ തലയിൽ കുറ്റം വരില്ലല്ലോ. അതുമല്ല ഇവർക്ക് കുറച്ചും കൂടെ എരിവ് കയറ്റി കൊടുക്കാം. വേണു കയറ്റി കൊടുത്ത പോലെ തന്നെ കുറച്ചും കൂടെ എരിവ് കയറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പം നയനയുടെ പേര് തന്നെ ഇവർ പറയുകയും ചെയ്യും. വേണമെങ്കിൽ ഇവർ കണ്ടെന്ന് സഹിതം പറയും. പിന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് പതുക്കെ പുറത്താക്കിക്കോളും. അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അച്ഛനും അമ്മയും എടുത്ത് അവളെ തലയിൽ കയറ്റി വെക്കൂലോ. അതിന് ഒരു അതിര് നിശ്ചയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ കൂടെ കൂടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇവരങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അതേ പറ്റി ഹോസ്പിറ്റലിൽ പോവുക എന്നിങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏതായാലും ഞാനും കൂടെ വരുന്നുണ്ട്, എനിക്കും ഏടത്തിനും ഒന്ന് കാണണം. പാവം ഏടത്തിയുടെ അവസ്ഥ ഓർത്ത് കഴിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക. ഇതൊക്കെ ചെയ്തിട്ട് ആ നയന ഒന്നും അറിയാതെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് അതിലും വലിയ അരിശുവാ തോന്നുന്നത്. ഇതെല്ലാം ചെയ്തത് ആ നയന തന്നെയാ. അവൾ ഒറ്റയൊരുത്തി ഇതിന് കാരണം. അവളെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കുവാണെങ്കിൽ മാത്രമേ ഈ വീട് രക്ഷപ്പെടത്തുള്ളൂ. അവള് മാത്രമല്ല, എനിക്കും ഉണ്ടല്ലോ ഒരു മരുമകള്, അവളെയും കൂടെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ അനാമികനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അനാമികയ്ക്കും രേവതിക്കും അറിയാലോ നമ്മുടെ ജലജനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജ ഈ വശത്തേക്ക് നിൽക്കും എന്നറിയാം. എങ്കിലും ജലജ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, അമ്മേ എല്ലാത്തിനും ഇവരെ നമ്മുടെ കൂടെ കൂട്ടാൻ പാടില്ല. അങ്ങനെ ഇവരെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴാ കാല് വരുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ ഗുണമുള്ളൊരു സ്ത്രീയാ. അതുമല്ല ഈ കുടുംബത്തിലെ സ്ത്രീ അല്ല, ഈ കുടുംബത്തിൽ ദത്തെടുത്ത സ്ത്രീയാണെന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരോട് പ്രത്യേകിച്ച് കൂറോ ഒന്നും കാണില്ല. അപ്പം നമ്മളോടും കൂറൊന്നും കാണത്തൊന്നുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനെന്ന് പറയാണ് കേട്ടോ. ഏതായാലും ജലജേനെ ഇവർക്ക് പേടിയുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് ഇവർ വരികയാണ് കേട്ടോ. രേവതിയും അനാമികയും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നു. ഹോസ്പിറ്റലിൽ എത്തി വേണു ഒക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വരാനേ. വേണു വരാതിരിക്കുന്നൊന്നുമില്ല. ഇവർ ഹോസ്പിറ്റലിൽ എത്തി ഭയങ്കര കരച്ചിലോട് കൂടിയാണ് വരുന്നത്. വരുന്ന ഉടനെ തന്നെ നമ്മുടെ ജയനൊക്കെ അറിയാം ഇത് കള്ളക്കണ്ണീരാണെന്നറിയാം. എനിക്ക് എൻ്റെ വല്യമ്മേനെ കാണണം, എനിക്ക് എൻ്റെ വല്യമ്മേനെ ഇപ്പം തന്നെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കാറി പോവുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇപ്പം അമ്മേനെ കാണാൻ പറ്റിയ സ്റ്റേജിലല്ലെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വല്യമ്മേനെ കാണണം, എനിക്ക് വല്യമ്മേനെ കാണാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം വേണു പറയുന്നുണ്ട്, കണ്ടില്ലേ മോളുടെ സ്നേഹം, മോൾക്ക് അത്രയ്ക്ക് സ്നേഹമാണ് വല്യമ്മയോട്. അനിയുടെ അമ്മയോട് പോലും ഇല്ലാത്ത സ്നേഹമാണ് വല്യമ്മയോട് കാണിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോളെ ഒന്ന് അകത്ത് കയറ്റി കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടെ രേവതി പറയാ, നിൽക്കുന്നത് കണ്ടില്ലേ എല്ലാം ചെയ്തു വെച്ചിട്ട്, ഇവളൊറ്റ ഒരുത്തി കാരണമാണ് ഇപ്പം ദേവയാനി ചേച്ചി ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇത് കേട്ടത് നമ്മുടെ നയനി അങ്ങോട്ട് ചെന്നിട്ട്, നിങ്ങൾ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്നോ, നീ അല്ലേടി ഈ കാണിച്ചു കൂട്ടിയതൊക്കെ, നിന്നെ ഹണിമൂണിന് പോകാൻ വിടാത്തത് കൊണ്ട് നീ അല്ലേടി ദേവയാനി ചേച്ചിയോട് ഈ ക്രൂരത ചെയ്തത്, നീ ഒറ്റ ഒരുത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് പറയാം. ഇത് കേട്ടോണ്ട് ആദർശ് ഒരു വരവ് വരുന്നുണ്ട്. ഏതായാലും ആദർശ് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും.
ഏതായാലും നമ്മുടെ അനാമികനെയും രേവതിനെയും ഒക്കെ ഉടനെ തന്നെ പോലീസും പൊക്കും. ഏതായാലും അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അതിന് ഇനിയും കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അനാമികനെ പോലീസ് പൊക്കിക്കൊണ്ട് പോകും, വേണുവിനെയും പോലീസ് പൊക്കിക്കൊണ്ടൊക്കെ പോകും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പം അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.